നമസ്കാരം. ദേവകി ആസ്ട്രോ സെർച്ചിലേക്ക് സ്വാഗതം. 1200 ആണ്ട് മീനമാസം 30 ഞായറാഴ്ച രാത്രി 3:21 ചോതി നക്ഷത്രം 1-ാം പാദത്തിൽ തുലാക്കൂറിലാണ് മേടരവി സംക്രമം നടക്കുന്നത്. മേടം 1 മുതൽ മീനം 30 വരെയുള്ള ഒരു വർഷത്തെ ഫലമാണ് വിഷുഫലം എന്ന് പറയുന്നത്. ജ്യോതിഷത്തിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ദിനമാണ് മേടം 1. ആദിത്യൻ ഉച്ചരാശിയിലേക്ക് വരുന്ന ദിനം. മേടം 1 മുതൽ 10-ാം തീയതി വരെ ആദിത്യൻ ഉച്ചസ്ഥിതനാണ്. മേടം 1 ആദിത്യൻ ഉച്ചരാശിയിലേക്ക് വരുമ്പോൾ വ്യാഴം ഇടവത്തിലും കേതു കന്നിയിലും ശനി കുംഭത്തിലും രാഹു മീനത്തിലും സ്ഥിതി ചെയ്യുന്നു. 1200 ആണ്ട് മേടം 31 അതായത് മെയ് 14 വ്യാഴം ഇടവം രാശിയിൽ നിന്നും മിഥുനം രാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. 1200 ആണ്ട് ഇടവം 4 അതായത് മെയ് 18 രാഹു മീനത്തിൽ നിന്നും കുംഭത്തിലേക്കും കേതു കന്നിയിൽ നിന്നും ചിങ്ങത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. ഈ ഗ്രഹസ്ഥിതിയും ഗ്രഹമാറ്റവും കണക്കിലെടുത്ത് 12 രാശികളിലായി സ്ഥിതി ചെയ്യുന്ന 27 നക്ഷത്രക്കാരുടെയും വിഷുഫലം എന്താകുമെന്ന് പരിശോധിക്കാം. ഈ വീഡിയോയിൽ അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാർ സ്ഥിതി ചെയ്യുന്ന രാശികളായ മേടം, ഇടവം, മിഥുനം, കർക്കിടകം എന്നീ 4 രാശികളിലെ വിഷുഫലമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി മേടക്കൂറ്. അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് 1200 ആണ്ട് വിഷുഫലം എന്താകുമെന്ന് പരിശോധിക്കാം. മേടം രാശിക്കാർക്ക് 7.5 ശനിക്കാലം ആരംഭിക്കുന്നു. 10ഉം 11ഉം ഭാവാധിപനായ ശനിയാണ് 12ാം ഭാവത്തിലേക്ക് വരുന്നത്. വ്യാഴമാണെങ്കിൽ ഇപ്പോൾ 2ാം ഭാവത്തിൽ സംക്രമിക്കുന്നു. മേടം 31 അതായത് മെയ് 14 വ്യാഴം 2ാം ഭാവത്തിൽ നിന്ന് 3ലേക്ക് സംക്രമിക്കും. അനിഷ്ടഭാവങ്ങളിൽ അതായത് 3, 6, 8, 12 എന്നീ ഭാവങ്ങളിൽ വ്യാഴം സഞ്ചരിച്ചാൽ ധനച്ചിലവുകൾ വർദ്ധിക്കും. ശാരീരികമായ ബുദ്ധിമുട്ടുകളും അസ്വസ്ഥതകളും വർദ്ധിച്ചു തന്നെ നിൽക്കും. സഹോദരങ്ങളോ സഹോദര തുല്യരായവരെ കൊണ്ടോ മനോവിഷമം ഉണ്ടാകാൻ ഇടയുണ്ട്. അവരിൽ നിന്നും സഹായങ്ങൾ ലഭിക്കുവാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. വിദേശത്തേക്ക് പോകാനായി ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര തരപ്പെടും. വിദേശത്ത് ജോലിക്കായി പോകാനിരിക്കുന്നവർക്ക് ഗുണപ്രദമാണ്. വിദ്യാർത്ഥികൾക്ക് ഉന്നത പഠനം സാധ്യമാകും. വിദേശ പഠനം സാധ്യമാകുന്നത് വഴി പഠനത്തിന് വളരെയധികം അനുകൂല വർഷക്കാലമാണ്. ധനച്ചിലവുകൾ വേണ്ടിവരും. വിദേശയാത്രയ്ക്ക് 7.5 ശനി ഒരു തടസ്സമല്ല. ജനിച്ച സ്ഥലത്തിൻ്റെ ദൂരേക്ക് പോകും തോറും നമ്മുടെ ദോഷഫലങ്ങൾ കുറഞ്ഞു വരുന്നതായി കാണാം. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുമെങ്കിലും ചിലവുകളും വർദ്ധിക്കും. കുടുംബത്ത് ഐശ്വര്യവും സമാധാനവും ഉണ്ടാകും. വീട് സ്വന്തമാക്കുന്നതിനും പുതിയ വീട് വാങ്ങുന്നതിനും അനുകൂല വർഷക്കാലമാണ്. വീട് പുതുക്കി പണിയുന്നതിനും വസ്തു മേടിക്കുന്നതിനും നല്ല സമയമാണ്. വാഹനം മാറി വാങ്ങുന്നതിനും അനുകൂല വർഷക്കാലമാണ്. ശുഭ ചിലവുകൾ വർദ്ധിക്കും. സമ്പത്തുകൾ നഷ്ടപ്പെടുന്നതിനും സാമ്പത്തികം വന്നു ചേരുന്നതിന് തടസ്സങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കേണ്ട. നല്ലതുപോലെ ആലോചിച്ച് മാത്രം മുന്നോട്ട് പോകേണ്ടതാണ്. മുതിർന്നവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. ബിസിനസ് രംഗങ്ങളിലേക്കും ഊഹക്കച്ചവടത്തിലേക്കും ഇറങ്ങി പുറപ്പെടുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. പാർട്ട്നേഴ്സുമായി ദൈവാധീനത്താൽ യോജിച്ചു പോകാനാകും. എന്നാൽ എല്ലാ കാര്യത്തിലും ധൈര്യപൂർവം പരാക്രമത്തോടെ ഊർജ്ജസ്വലതയോടെ ഇറങ്ങി പുറപ്പെടും. ധനനഷ്ടങ്ങൾ വന്നു ചേരുകയും ചെയ്യും. വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും അവ നടന്നു കിട്ടുന്നതിനും ഇടയാകും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരങ്ങളും വന്നു ചേരും. പങ്കാളിയുമായി യോജിച്ചു പോകാൻ ഇടയാകും. പ്രണയിതാക്കൾക്കും ബന്ധം ഊഷ്മളമായിരിക്കും. ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ്. പലവിധ നേട്ടങ്ങൾ ഉണ്ടാകും. ആത്മീയത വർദ്ധിച്ചു വരും. പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. മേടം രാശിക്കാർക്ക് വർഷത്തിലെ മലയാള മാസങ്ങളിൽ മിഥുനം, കന്നി, മകരം, കുംഭം എന്നീ മാസങ്ങൾ ഗുണപ്രദമായിരിക്കും. ഇടവക്കൂറ്.
കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം, രോഹിണി, മകയിരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് 1200 ആണ്ട് വിഷുഫലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. വളരെയധികം നല്ല അനുഭവങ്ങൾ തരുന്ന ഒരു വിഷുഫലമാണ് ഇടവം രാശിക്കാർക്ക്. വളരെയധികം സൗഭാഗ്യകാലമാണ്. കണ്ടകനായി നിന്നിരുന്ന ശനി മാർച്ച് 29-ന് 11-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു. വ്യാഴമാകട്ടെ മെയ് 14-ന് 2-ാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. സാമ്പത്തിക സ്ഥിതി ഗണ്യമായ രീതിയിൽ വർദ്ധിക്കുന്നതാണ്. വിവിധ സ്രോതസ്സുകളിൽ നിന്നും ധനാഗമനം ഉണ്ടാകാനും തന്മൂലം തൻ്റെ ജീവിതം മാറിമറിയുന്നതിനും ഇടയാകും. വാക്കുകൾ പ്രയോജനപ്പെടുന്നതാണ്. കുടുംബത്ത് സന്തോഷം, സമാധാനം എന്നിവ ലഭ്യമാകും. പുതിയ ജോലി അന്വേഷിക്കുന്നവർക്ക് ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. ഉദ്യോഗാർത്ഥികൾക്കാകട്ടെ സ്ഥാനമാനങ്ങളും സ്ഥാനഭ്രംശം, ഇതുവരെ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകാനും ആകും. ശമ്പള കുടിശ്ശിക ലഭിക്കാനുള്ളവ ലഭിക്കുന്നതിനും ഇൻക്രിമെൻ്റ് ലഭിക്കുന്നതിനും അങ്ങനെ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും വന്നു ചേരുന്ന ഒരു കാലഘട്ടമാണ് ഇടവം രാശിക്കാർക്ക്. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം, പുതിയ അവസരങ്ങൾ ലഭിക്കുന്നതിനും ഇടയാകും. ഗ്രന്ഥകാരന്മാർക്കും എഴുത്തുകാർക്കും പത്രപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും നല്ല പുരോഗതി ദൃശ്യമാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉയർച്ച, വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് ആഗ്രഹപൂർത്തീകരണവും ഉണ്ടാകും. വിദേശയാത്ര തരപ്പെടുന്നതാണ്. ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും നല്ല ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും പ്രതീക്ഷിക്കാം. ഊഹക്കച്ചവടത്തിൽ വിജയിക്കാനാകും. കുടുംബത്ത് മംഗളകർമ്മങ്ങൾ നടന്നു കിട്ടുന്നതാണ്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തന്നെ വന്നു ചേരും. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന കാലഘട്ടമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങൾ വന്നു ചേരും. കടം ഒരു പരിധിവരെ വീട്ടി തീർക്കാനാകും. ശത്രുശല്യം കുറയും. കുടുംബത്ത് ഇതുവരെ ഉണ്ടായിരുന്ന മ്ലാനത മാറിക്കിട്ടുന്നതാണ്. ഇടവം രാശിയിൽപ്പെട്ട ഓരോരുത്തർക്കും എന്തെല്ലാം കാര്യങ്ങളാണ് സാധിച്ചു കിട്ടാനുള്ളത്, അവയെല്ലാം സാധിച്ചു കിട്ടുന്ന ഒരു വർഷക്കാലമാണ്. രോഗശമനം പ്രതീക്ഷിക്കാം. ആയുസ്സും ആരോഗ്യവും ഉണ്ടാകും. ഇതുവരെയുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനാകും. പുരോഗതിയും ഉണ്ടാകും. യോഗകാരകനായ ശനി 11-ൽ വന്നതുകൊണ്ട് കർമ്മരംഗം പുഷ്ടിപ്പെടുന്നതാണ്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പുവെക്കാനാകും. വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. ഇടവം രാശിക്കാർക്ക് മലയാള മാസങ്ങളിൽ കർക്കിടകം, തുലാം, കുംഭം, മീനം എന്നീ മാസങ്ങൾ ഗുണപ്രദമായിരിക്കും. മിഥുനക്കൂറ് മകയിരത്തിൻ്റെ ബാക്കി പകുതിയും തിരുവാതിര, പുണർദത്തിൻ്റെ ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ 1200 ആണ്ട് വിഷുഫലം എങ്ങനെയായിരിക്കുമെന്ന് പരിശോധിക്കാം. മിഥുനം രാശിക്കാർക്ക് മാർച്ച് 29-ന് ശനി 10-ാം ഭാവത്തിലേക്ക് സംക്രമിക്കുമ്പോൾ കണ്ടക ശനി ആരംഭിക്കുകയാണ്. മെയ് 14-ന് വ്യാഴം 12-ാം ഭാവത്തിൽ നിന്നും ജന്മരാശിയിലേക്ക് സംക്രമിക്കപ്പെടുന്നു. മെയ് 18-ന് കേതു 3-ാം ഭാവത്തിലേക്കും രാഹു 9-ാം ഭാവത്തിലേക്കും സംക്രമിക്കപ്പെടുന്നു. കർമ്മരംഗത്ത് നല്ല മാറ്റങ്ങൾ കാണാനാകുമെങ്കിലും നല്ല ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതുണ്ട്. ഏതൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും വരും വരായികകളെക്കുറിച്ച് ചിന്തിക്കുകയും അനുഭവജ്ഞാനമുള്ളവരുമായി കൂടിയാലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ടു പോകേണ്ടതാണ്. മേലുദ്യോഗസ്ഥരും സഹപ്രവർത്തകരുമായി യോജിച്ചു പോകാനും ശ്രദ്ധിക്കണം. ക്ഷമ കൈമുതലാക്കി വയ്ക്കുക. പ്രകോപനപരമായി പ്രതികരിക്കാതിരിക്കുക. പങ്കാളിയുമായി യോജിച്ചു പോകാനാകും. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുള്ളവർക്ക് അവയെല്ലാം പരിഹരിച്ച് മുന്നോട്ടു പോകാനാകും. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുകൂലമായവ തന്നെ വന്നു ചേരുന്നതാണ്. കുടുംബത്ത് പലവിധ മംഗളകർമ്മങ്ങളും നടന്നു കിട്ടാനും ഇടയുണ്ട്. സന്താന സൗഭാഗ്യത്തിനും ഉതകുന്ന ഒരു വർഷക്കാലമാണ്. സന്താനങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ അവസരങ്ങളും ഉണ്ടാകും. പ്രണയിതാക്കളുടെ ബന്ധം വിവാഹത്തിലേക്ക് എത്തിച്ചേരാനും ആകും. പുതിയ പ്രണയബന്ധം ഉടലെടുക്കുന്നതിനും സാധ്യമാകും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസം സാധ്യമാകുന്നതാണ്. ഉന്നത പഠനത്തിനായി വിദേശയാത്രയും തരപ്പെടും. ധാരാളം ധനം വന്നു ചേരുമെങ്കിലും ധനച്ചിലവുകളും വന്നു ചേരുന്നതാണ്.
വീട്, വസ്തു, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട നല്ല ഗുണാനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പുതിയ വീട് വാങ്ങുന്നതിനോ വീട് പുതുക്കി പണിയുന്നതിനോ വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും സാധ്യതയുള്ള ഒരു വർഷക്കാലമാണ്. പിതൃസ്വത്ത് സ്വന്തം പേരിലാകുന്നതിനും അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകുന്നതാണ്. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നല്ല ഗുണാനുഭവങ്ങൾ ലഭിക്കും. പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാനും ചെയ്യുന്ന ബിസിനസ് വിപുലപ്പെടുത്തിയെടുക്കുന്നതിനും നല്ല നേട്ടങ്ങൾ കൊയ്യാനും ആകും. ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം. ആത്മീയ യാത്രകളും ആകാം. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. അച്ഛനും അമ്മയുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കണം. സഹോദരങ്ങളുമായും സുഹൃത്തുക്കളുമായും ഇടപഴകുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കേണ്ടതാണ്. മിഥുനം രാശിക്കാർക്ക് മലയാള മാസങ്ങളിൽ മേടം, ചിങ്ങം, വൃശ്ചികം, മീനം എന്നീ മാസങ്ങളിൽ വളരെയധികം ഗുണാനുഭവങ്ങൾ ലഭിക്കും. അടുത്തതായി കർക്കിടകക്കൂറ്. പുണർദത്തിൻ്റെ അവസാന കാൽഭാഗം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടകക്കൂറുകാർക്ക് ഈ 1200-ാം ആണ്ട് വിഷുഫലം പരിശോധിക്കുമ്പോൾ 7ഉം 8ഉം ഭാവാധിപനായ ശനി മാർച്ച് 29 മുതൽ 9-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. മെയ് 14-ന് വ്യാഴം 12-ാം ഭാവത്തിലേക്ക് സംക്രമിക്കപ്പെടുന്നു. മെയ് 18-ന് കേതു 2-ാം ഭാവത്തിലേക്കും രാഹു അഷ്ടമഭാവത്തിലേക്കും സംക്രമിക്കുന്നു. ഈ ഗ്രഹസ്ഥിതി പ്രകാരം ഈ വിഷുഫലം കർക്കിടകം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലങ്ങൾ നൽകുന്നു. വീട് പുതുക്കി പണിയുന്നതിനും വീട് പുതിയത് വാങ്ങുന്നതിനും വാഹനം മാറി വാങ്ങുന്നതിനും വസ്തു സ്വന്തം പേരിലാകുന്നതിനും സാധ്യമാകുന്ന ഒരു വർഷക്കാലമാണ്. പിതൃസ്വത്ത് സ്വന്തം പേരിലാകാനും ഇടയുണ്ട്. അവയിൽ നിന്നും നേട്ടങ്ങളും ഉണ്ടാകും. കർമ്മരംഗത്തും ബിസിനസ് രംഗത്തും നല്ല നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ്. പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കാനും അമ്മയുടെ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതുമാണ്. അമ്മയുമായി നല്ല സ്നേഹബന്ധം പുലർത്താനും ആകും. അച്ഛനുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം. ശത്രുശല്യം കുറയും. രോഗശമനം ഉണ്ടാകും. ആയുസ്സും ആരോഗ്യവും ഉണ്ടാകുന്നതാണ്. പലവിധ കടബാധ്യതകളിൽ നിന്നും നട്ടം തിരിയുന്നവർക്ക് ഒരു ആശ്വാസം ലഭിക്കും. കടബാധ്യതകൾ ഒരു പരിധിവരെ വീട്ടി തീർക്കാനാകും. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കും. കുടുംബത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. തർക്കങ്ങൾ കോടതി വ്യവഹാരങ്ങളിലേക്ക് എത്തിച്ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ധനമിടപാടുകളിൽ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. സുഹൃത്തുക്കളും സഹോദരങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ശ്രദ്ധിക്കേണ്ടതാണ്. ബന്ധുക്കളുമായി യോജിച്ചു പോകാൻ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുന്നവർക്ക് അനുയോജ്യമായവ വരുമെങ്കിലും വളരെ ശ്രദ്ധാപൂർവം മാത്രം തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ്. പ്രണയിതാക്കളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നല്ല മികവ് പുലർത്താനാകും. ഉന്നത പഠനം സാധ്യമാകും. വിദ്യാഭ്യാസ ലോണുകൾക്ക് അനുമതി ലഭിക്കുന്നതാണ്. കർക്കിടകം രാശിക്കാർക്ക് ഈ വർഷത്തിലെ മലയാള മാസങ്ങളിൽ മേടം, ഇടവം, കന്നി, ധനു എന്നീ മാസങ്ങൾ ഗുണപ്രദമായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് അശ്വതി മുതൽ ആയില്യം വരെയുള്ള നക്ഷത്രക്കാർ ഈ 1200-ാം ആണ്ടിൽ കരുതിയിരിക്കേണ്ടത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഗോചര ഫലങ്ങളാകയാൽ നിങ്ങളുടെ ഗ്രഹനിലകൾ കൂടി പരിശോധിച്ച് ദശയും അപഹാരവും അറിഞ്ഞ് യഥാവിധി വഴിപാടുകളും സമർപ്പിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഗ്രഹനിലകളിലെ വിവരങ്ങൾ അറിയുന്നതിനായി എൻ്റെ വാട്സാപ്പിലേക്ക് ഡീറ്റെയിൽസ് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അടുത്തൊരു വീഡിയോയുമായി ഉടൻ തന്നെ എത്തിച്ചേരാം.